ഇപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇന്നൊരു ചലഞ്ച് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ലോൺ വോൾഫിനകത്ത് ഏതെങ്കിലും ഒരു സ്കിൻ എന്നുവെച്ചാൽ ഫുൾ ഒറ്റ ഒരു കളർ വെച്ച് ബുയ്യടിക്കാൻ പറ്റുമോ നോക്കുകയാണ്. ഇപ്പം ഞാൻ സെലക്ട് ചെയ്യുന്ന കളർ ഏതാണെന്ന് നിങ്ങൾക്ക് പുറമേ മനസ്സിലാക്കിക്കോളും. ഇപ്പം ഞാൻ എല്ലാം ബണ്ടിൽ ആദ്യം ഇടാം. നമുക്ക് സ്കിന്നില്ലാത്തത് നമ്മൾ ഓഫ് ചെയ്യും. സ്കിൻ അതിൻ്റെ ഈ ഡ്രസ്സിനകത്ത് ഇതിൻ്റെ ഫുൾ ബണ്ടിലാണ് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇത് ഫുള്ള് ചുമല്ല ഒരു തീമായില്ലേ. ഇനിയും ഗണ്ണും കൂടെ നോക്കണം. അതായത് ബാഗ് M4A1 ചുമല പോലെ തോന്നുന്നത് ഇതല്ലേ. ഇച്ചിരി എങ്ങനെയും ചുമല തോന്നില്ലേ? വേണ്ട. നമ്മളതിന് ചുമന്ന സ്കിൻ കിട്ടാത്തതുകൊണ്ട് അത് ഇത് സ്കിന്നില്ലാത്ത കണ്ണെടുത്ത് എക്യുപ്പ് ചെയ്തിട്ടുണ്ട്. AK-47 ചുമല കിട്ടിയിട്ടുണ്ട്. M14 ചുമല കിട്ടി. സ്കാറിൻ്റെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സ്കിന്നില്ലാതെ വെക്കുവാണ്. പിന്നെ ഗ്രോസ് ഉണ്ട്, ഫമാസ് ഓൾറെഡി ഉണ്ട്, XM8 ഇല്ല. ഈ XM8 ഇല്ല എൻ്റെ കയ്യിൽ. ഇതിനും ഇല്ലേ. ഓഗിന് ഓൾറെഡി ചുമലയാണ്. പിന്നെ പരാഫലിന് ചുമലയില്ല. ഇതിനും ഇത് ഏകദേശം ചുമല പോലത്തെയാണ്. ഇനിയും ഇതിനകത്ത് SKS സ്കിന്നേ ഇല്ലാത്തതുകൊണ്ട് നല്ല ഉപകാരം. SVD ഓൾറെഡി ഉണ്ട്. വുഡ്പെക്കർ ചുമലയുണ്ട്. AC8 ചുമല പോലെ ഇരിക്കുന്നത് വേണം. അത് ഇച്ചിരിയെങ്കിലും ചുമല ഉണ്ടെന്നൊക്കെ ഇടായിരുന്നു. അതിനകത്ത് ഞാൻ നോക്കിയിട്ടൊരു ചുമലയും കണ്ടില്ല. ഇതിന് UMPയുടെ സെക്ഷൻ വരുവാണെങ്കിൽ ഇതിനകത്ത് ഇതുണ്ട്. ഇത് ഏകദേശം ചുമല പോലെ തോന്നിക്കും. അല്ലെങ്കിൽ ഇത് വേണോ? ഇതിനകത്ത് പിന്നെയും ചുമലയുണ്ട്. അപ്പം ഇതിടാം. MB5 ചുമല ഇല്ല. ചുമല ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വേറെ സ്കിൻ ഇടാം. VSS നമ്മളിട്ട് കളിക്കാത്തതുകൊണ്ട് പിന്നെ അതൊന്നും മാറ്റുന്നില്ല. ഇത് P90 ചുമല ഉണ്ട്. പിന്നെ അതിന് സ്കിന്നേ ഇല്ല. തോംസൺ ഉണ്ട്. വെക്ടർ ഇട്ട് കളിക്കും. മാക്ടൺ ഉണ്ട്. ബിസണില്ല. സിനിമ ഷോർട്ട് ഗണ്ണിൽ എനിക്ക് ഒന്നുമില്ല. ഷോർട്ട് ഗണ്ണിൽ ഒന്നുമില്ല. ഒറ്റ ചുമല കളറുള്ള ഗണ്ണില്ല കയ്യിൽ. ആകപ്പാടെ ഫുള്ള് കളർഫുൾ. ഈ MITക്കാണെങ്കിൽ എൻ്റെ കയ്യിൽ സ്കിന്നേ ഇല്ല. ഈ AW വരുവാണെങ്കിൽ അതിനും ഇല്ല ചുമന്ന കളർ. എന്തൊരവസ്ഥയുടെ. കാർബിനും ഇല്ല. MI2ഉണ്ട്. M24 ഹിൽ സ്നൈപ്പറിന് അത് കടന്നോട്ടായിട്ടൊന്നും കളിക്കത്തോലും ഇല്ല. ലോൺ വോൾഫ് വരുന്ന കണ്ണാക്കി ഇട്ടാൽ മതി. പിസ്റ്റല് വരുവാണെങ്കിൽ ഡെസേർട്ട് ഈഗിളിന് ഇല്ല. 500 ചുമല, അത് ചുമലയായിട്ട് കൂട്ടാം. ഇതിനുണ്ട് ചുമല. USBക്കില്ല. മിനി യൂസിക്ക് ഇല്ല. മില്ല ഒന്ന് നോക്കണ്ടേ. മില്ല ഇട്ടൊന്നും നമ്മൾ കളിക്കാറില്ല. ഫിസ്റ്റ് ഇല്ല. ഗ്രനേഡിന് ചുമല ഇത് കിടക്കട്ടെ. ഇതുപോലെ ചുമലയില്ല. ചുമല കളർ ഏകദേശം ഉള്ളു. ഇതിടാം. പിന്നെ ബാഗിൻ്റെ ഇതിൻ്റെ സ്കിന്നാണ്. അതിനകത്ത് ബാഗിൻ്റെ ചുമല എന്ന് പറയുമ്പോൾ ഇതിടാം. ലൂട്ട് വെട്ടി ഇതിടാം. അതോ വേറെ വല്ല ഇടാം. ഇതിട്ടല്ലോ. ഇതിടാം. പിന്നെ പാരച്യൂട്ട് സെറ്റ് സാധനമുണ്ട് ചുമല. ഇത് സ്കോർപ്പിയോടെ ഇടാം. വെഹിക്കിളൊന്നും ഇടണ്ടല്ലോ. നമ്മൾ വെഹിക്കിൾ വെച്ച് ലോൺ വോൾഫ് കളിക്കുന്നില്ലല്ലോ. അപ്പം അതിടുന്നില്ല. നമുക്ക് നേരെ പെട്ടെന്ന് ലോൺ വോൾഫ് സ്റ്റാർട്ട് ചെയ്ത് കളിക്കാം.
ഗൈസ് നിങ്ങൾ എത്ര പേര് CS പുഷിങ് ഉണ്ടെന്ന് കമൻറ്റ് ചെയ്തേ. പുതിയ സീസണിൽ എത്ര പേര് പുഷ് ചെയ്യുകയെന്നൊന്ന് കമൻറ്റ് ചെയ്തേ. ഗൈസ് നമുക്ക് ചുമല സ്കിന്നുള്ള UMP എടുക്കാം. ആദ്യം 2 റൗണ്ട് UMP എടുക്കാം. ഇത് ഏകദേശം ഒരു ചുമല കളറല്ലേ. ഇവിടെ കാണാനില്ല ഗൈസ്. പക്ഷെ അവ കളങ്ങി വന്ന് കളിക്കുകയാണേ. അവനെ കാണാനില്ലല്ലോ. ഗൈസ് ഇവിടെ ഒളിച്ചിരിക്കുകയാണോ? ഒളിച്ചിരിക്കുക. അതെന്തടേ? ഒന്ന് അടിക്കടേ. ഞാൻ ഇവിടെ ഉണ്ട്. ഒളിച്ചിരുന്നു ഗൈസ് കളിക്കുന്നേ. ഇല്ലേ? ആ ശരിയാ. പേര് അവൻ്റെ പേര് തന്നെ കേട്ടറിയാം. അവൻ എവിടെയെങ്കിലും ഒളിച്ചത്. പക്ഷെ ഞാൻ പോയി തപ്പി പിടിക്കണമല്ലോ ഇനിയും. ഇവിടെ എവിടാടാ നീ? ഹേ ബ്രദർ കം, ഐ വിൽ കിൽ യു. യേസ് വന്നിട്ടുണ്ട്. അയ്യോ ഇവനെന്നെ എൻ്റെ യേസ് അങ്ങനെ അവനെ നമ്മൾ കൊന്നിട്ടുണ്ട്. അവനാണെങ്കിൽ ഭയങ്കര ക്യാമ്പ് ചെയ്ത് കളിച്ചു. യേസ് ഒരു കളിയിൽ തന്നെ പുയ്യ. യേസ് ഇനിയും നമുക്ക് ഒരു ലോൺ വോൾഫും വേറെ ഒരു ലോൺ വോൾഫും കൂടെ സ്റ്റാർട്ട് ചെയ്യാം. അതിനകത്തെങ്കിലും നല്ല പ്ലേയേഴ്സ് വരുമെന്ന് വിശ്വസിക്കാം. ഇതിനകത്തെങ്കിലും നല്ല പ്ലേയേഴ്സ് വേണ്ടേ. യേസ് നോവ. യേസ് നോസത്. നിങ്ങളാണെങ്കിലും കേരളയുടെ കളി ഉണ്ടായിരുന്നോ? കേരള വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ FC-യും ആദ്യം കണ്ട പഞ്ചാബ് FC-യും പിന്നെ ഒരു കളി ഉണ്ടായിരുന്നല്ലോ കേരള ബ്ലാസ്റ്റേഴ്സ് 1-1. അത് ആരായിട്ടാണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആരായിട്ടാണ് കേരള അത് കളിച്ച് സമനില വന്നതെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. അത് എത്ര ഗോളിന് സമനില വന്നതെന്നും കമൻറ്റ് ചെയ്യും. ഓക്കെ. യേസ് ഇവിടെ ഒരു സാൻഡീന് ഇട്ടൊരുത്തൻ കുത്തിപ്പിടിയാന്ന് തോന്നുന്നു. അവനെ കണ്ടിട്ട് അവൻ മെഡടിക്കട്ടെ ഗീസ്. പാവമുണ്ട് ഗീസ്. അവനാണെങ്കിൽ മെഡടിച്ചിട്ട് വരുമ്പോൾ നമുക്ക് വണ്ടാ പഠിക്കാം. അതാണ് ഞാൻ ഒറ്റയടിക്ക് ചത്തോളൂ. അയ്യോ വാട്ട്. അയ്യോ കുത്തിപ്പിടി. യേസ് ഒരു കിഡിലും വണ്ടാ പഠിച്ച അവനങ്ങനെ നോക്കായിട്ടുണ്ട് ഗീസ്. നോക്ക് അല്ല, നോക്ക് കംപ്ലീറ്റായി അവൻ കില്ലായി പോയിട്ടുണ്ട്. യേസ് പിന്നെ നിങ്ങൾ ISL ഏത് ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നതിനും കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കെ. യേസ് ഞാനിതിൻ്റെ സ്കിൻ മാറ്റിയതാണല്ലോ. ഇതെന്നെ മാറാനേ ഞാൻ ഇതിൻ്റെ സ്കിൻ മാറ്റിയതാണല്ലോ. ഗ്ലൂ വോളിൻ്റെയും മറ്റേൻ്റെയും അതിനെ മാറാനേ. എന്നോ ബഗ്ഗടിച്ചിട്ടുണ്ട്. ഞാൻ അതിന് എക്യൂപ്പ് ചെയ്യാമാണെന്നോ. ഞാൻ ജസ്റ്റ് സ്കിന്നൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അത് നമുക്ക് MA2 പരാഫിലുമാണ് എടുത്തത്. നമ്മൾ പരാഫിലങ്ങ് കളഞ്ഞിട്ട് MA2 ഇട്ട് മാത്രം കളിക്കാം. ആ പരാഫിൽ വെച്ച് പിടിക്കുന്ന അയ്യോ ശരിയായ പിടിയായി. പരാഫിൽ വെച്ച് കുത്തിപ്പിടി എന്ന് പറഞ്ഞാൽ കുത്തിപ്പിടി. ഞാൻ പോയിട്ട് ആകാശത്ത് നോക്കി ഇങ്ങനെ കുത്തിപ്പിടിച്ചോണ്ടിരിക്കുക. യേസ് അങ്ങനെ നമ്മൾ 3 റൗണ്ട് എടുത്തിട്ടുണ്ട്. അവനാകപ്പാടെ 0 റൗണ്ട് എടുത്തിട്ടുണ്ട്. ഒരു റൗണ്ട് പോലും അവൻ എടുത്തേ ഇല്ല. ഈ അവന് MA2 കയറി. ഈ അവൻ്റെ അയ്യോ ഗൈസ് അവൻ എനിക്ക് കിട്ടി. അയ്യോ ഗേസ് എൻ്റെ സ്കൈലറുണ്ട്. സ്കൈലർ ഉള്ളതുകൊണ്ട് ആ റൗണ്ട് എടുത്തു. നാളെ നമ്മുടെ ചാനലിൽ വേറൊരു വീഡിയോ വരുന്നതായിരിക്കും. അത് എൻ്റെ കൂട്ടുകാരൻ ഒരു ചാലഞ്ച് തന്നിട്ടുണ്ട്. ആ ചാലഞ്ചിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഒരു ബാറ്റിൽ റോയൽ കളിക്കാം. BR ബാറ്റിൽ റോയൽ. ഞാൻ ബാറ്റിൽ റോയൽ എടുക്കുന്നുള്ളൂ. റിസ്ക് എടുക്കാൻ വയ്യ. അതിനകത്ത് പറഞ്ഞേക്കുന്നത് 0 കില്ല്
എടുക്കണം, എന്നിട്ട് ബുയ്യ. കില്ലെടുക്കാൻ പാടില്ല, 0 കില്ല് വിത്ത് ബുയ്യ. അത് കഴിഞ്ഞിട്ട് അത് പറ്റത്തില്ല. ഞാൻ വേറൊരു ചാലഞ്ച് കൂടെ തന്നിട്ടുണ്ട്. ഒരു ബാറ്റിൽ റോയൽ സോളോ, രണ്ടും സോളോ വേഴ്സസ് സോളോയാ. രണ്ടും സോളോ വേഴ്സസ് സോളോയ്ക്കകത്ത് ഒന്ന് 0 കില്ല് വിത്ത് ബുയ്യയും രണ്ടാമത്തേത് സ്നൈപ്പർ ഓൺലി വിത്ത് ബുയ്യ. സ്നൈപ്പർ വെച്ച് മാത്രം ബുയ്യ അടിക്കാൻ. യെസ്, അതിൻ്റെ വീഡിയോ നാളെയും നാളെയും വരുന്നതായിരിക്കും. ഇപ്പം സാധനം ഒരു റൗണ്ട് അടിച്ചിട്ടിട്ടുണ്ട്. ഇപ്പം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് അവനെ ഒന്ന് അടിച്ചിടാം. ഒളിച്ചും പാത്തൊക്കെ വരുന്ന എന്നെ കണ്ടില്ലേ? അയ്യോ, കണ്ട് കേസ് മിക്കവാറും ഞാനും ഇപ്പം കയറി പിടിക്കും. എനിക്ക് റിസ്ക് എടുക്കാമെന്ന് പോയി. കുഴപ്പമില്ല, പിടിക്കണം, വണ്ടാപ്പുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ നമുക്ക് പിന്നെയും ഉടനെ വരും. അടുത്ത വീഡിയോ നാളെ വരും. നിങ്ങളെല്ലാവരും വരിക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ.